ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഈ ശംഖുപുഷ്പം ക്രീം തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഒത്തിരി സെയിലുള്ളൊരു നല്ലൊരു ക്രീമാണ്. ഇത് ഒരു വട്ടം ഉപയോഗിച്ചവർ പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കും. എന്ന് വെച്ചാൽ ഇത്രയും നാൾ എനിക്കുണ്ടായ ഒരു അനുഭവമാണത്. നമ്മൾ അത് ഉപയോഗിച്ച പിന്നെ നമുക്ക് ഈ ഒരു ക്രീം പിന്നെ നമുക്ക് നിർത്താൻ പറ്റില്ല. അത്രയ്ക്കും നമ്മുടെ സ്കിന്നിന് ബെനിഫിറ്റ് ഉള്ളതാണ്. നമ്മുടെ കണ്ണിനടിയിലെ കറുപ്പും പിന്നെ കരിമംഗലം പിഗ്മെൻറ്റേഷൻ അങ്ങനെ സൺ ടാൻ എല്ലാം മാറി നമ്മുടെ മുഖം നല്ല ഫെയർ ആവാനൊക്കെ ഒത്തിരി ഗുണങ്ങളാണ് ഈ ഒരു ശംഖുപുഷ്പത്തിനുള്ളത്. ഇത് ശംഖുപുഷ്പം ജെല്ലാക്കി വെച്ചേക്കണേണ്. ശംഖുപുഷ്പം ഇതിപ്പോൾ തീരാറായി, ഒത്തിരി ഉണ്ടായതാണ്. ഞാനിപ്പോൾ ജെല്ലുണ്ടാക്കണോണ്ട് അപ്പം ഇത് ശംഖുപുഷ്പത്തിൻ്റെ ആ ഫ്ലവർ ഉണക്കി പൊടിച്ച് ഗ്ലിസറിനിലിട്ട് വെച്ചേക്കണേണ്. ഇപ്പോൾ എത്ര നാളിരുന്നാലും ചീത്തയാവില്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഈ ക്രീം ഉണ്ടാക്കാൻ നേരം നമുക്കത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അതുകൂടാതെ ഇത് ശംഖുപുഷ്പത്തിൻ്റെ എക്സ്ട്രാക്റ്റാണ് കേട്ടോ. ഇത് ഒത്തിരി ഗുണങ്ങളാണ് ഈ എക്സ്ട്രാക്റ്റിനുള്ളത്. ഇതിപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ പപ്പായയുടെ ആയാലും ശംഖുപുഷ്പത്തിൻ്റെ അങ്ങനെ എന്തിൻ്റെ ആയാലും എക്സ്ട്രാക്റ്റ് എടുക്കണതാണ് നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടണത് കേട്ടോ. ഇപ്പം നമ്മൾ ഒറിജിനൽ ആഡ് ചെയ്യണേക്കാളും ഒരു 10 മടങ്ങ് കൂടുതൽ ബെനിഫിറ്റ് ഈ എക്സ്ട്രാക്റ്റിനാണെന്നാണ് പറയണത്. അപ്പോൾ ഞാൻ ഒറിജിനൽ ശംഖുപുഷ്പത്തിൻ്റെ ജെല്ലും ചേർക്കുന്നുണ്ട്, ഈ എക്സ്ട്രാക്റ്റും ഈ ഒരു ക്രീമിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി ഗുണങ്ങളാണ് ഈ ഒരു എക്സ്ട്രാക്റ്റിൽ അടങ്ങിയിരിക്കുന്നത്. ഇത് നമ്മുടെ ഫേസ് ക്രീമിൻ്റെ ബേസാണ് കേട്ടോ. അപ്പോൾ ഈ ബേസിലേക്കാണ് ഇത് ചേർത്തിട്ട് ഞാൻ തയ്യാറാക്കാൻ പോണത്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നിങ്ങളെ കാണിക്കാൻ കൂടിയാണ് കേട്ടോ ചെയ്യണം. ആദ്യം നമുക്കിത് ക്രീം ബേസ് ഇട്ട് കൊടുക്കാം. നല്ല ക്വാളിറ്റി ബേസാണ് കേട്ടോ ഇത്. നമുക്ക് സാധാരണ ഈ ശംഖുപുഷ്പത്തിൻ്റെ ക്രീമൊക്കെ ഉണ്ടാക്കിയാൽ ഫ്രിഡ്ജിൽ വെക്കാൻ പറയണ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട കേട്ടോ. ഇത് എത്ര നാൾ വേണമെങ്കിലും പുറത്തിരുന്നോളും. ഫ്രിഡ്ജിൽ വെക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. നല്ലൊരു ക്രീമാണിത്. അപ്പോൾ ഒരു 100 ഗ്രാം ഉണ്ടാക്കാനാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ കൂടിപ്പോയി. അപ്പോൾ നമുക്കൊരു 150 ഗ്രാമായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരു 150 ഗ്രാം ബേസ് വെച്ചിട്ട് നമുക്ക് ഈ ക്രീം എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം കേട്ടോ. നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് നമുക്ക് ആ കളറ് കിട്ടണ വരെ നമുക്കിത് ഇത്ര അളവൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഈ ക്രീമിൻ്റെ വാട്ടറി കൺസിസ്റ്റൻസി അതങ്ങോട്ട് കറക്റ്റായി കിട്ടൂലേ, ആ ഒരു ക്രീമി ടെക്സ്ചർ മാറാതിരുന്നാൽ മതി, ഓവറായി പോവണ്ട. ആവണ വരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൽ കളറോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. നമുക്കിത് കളറ് വേണമെങ്കിൽ ചേർക്കാം, ഓപ്ഷനിലാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു ഡ്രോപ്പ് ചേർക്കാം, ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ കളറൊന്നും ചേർത്തിട്ടില്ല. പിന്നെ നമുക്കിതിലേക്ക് വൈറ്റമിൻ ഇ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് എക്സ്ട്രാക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് വെജ് ഗ്ലിസറിനിൽ ഇട്ട് വെച്ചേക്കണ ശംഖുപുഷ്പം ആയതുകൊണ്ട് നമുക്ക് ഇനി വേറെ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു ലൈറ്റ് ലാവണ്ടർ കളറൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ക്രീമിൻ്റെ പരിപാടികളൊക്കെ ഇത്രയേ ഉള്ളൂ.
അപ്പോൾ നമുക്ക് ഒത്തിരി ഗുണമുണ്ട് കേട്ടോ. നമ്മുടെ സ്കിന്നിൻ്റെ എല്ലാ ഡിസീസിനും നമുക്ക് ഈ ശംഖുപുഷ്പം നല്ലതാണെന്നാണ് പറയണത്. അത് ശരിയാണ് കേട്ടോ. ഉപയോഗിച്ചപ്പോൾ എനിക്കതിൻ്റെ റിസൾട്ട് നല്ല രീതിയിൽ കിട്ടിയതാണ്. ഈ കരിമംഗലമൊക്കെ ഉള്ളവർക്ക് അത് സ്ഥിരമായിട്ട് അത് ഉപയോഗിച്ചാൽ അത് നല്ല രീതിയിൽ ലൈറ്റാവും. പിന്നെ അത് തേച്ചിട്ട് പിന്നെയും വെയിലത്തേക്ക് പോയിട്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആ റിസൾട്ട് കിട്ടില്ല. അപ്പോൾ വെയിലത്തേക്ക് പോണവരാണെങ്കിൽ നല്ല സൺസ്ക്രീനൊക്കെ ഉപയോഗിച്ചിട്ട് വെയിലത്തേക്ക് പോകാം. അല്ലാതെ നമ്മൾ വെയിലും കൊണ്ടിട്ട് ഇത് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടില്ല. നമുക്കൊരു അല്പം സ്മെല്ല് ചേർത്ത് കൊടുക്കാം. സ്മെല്ല് കണ്ട വളരെ കുറച്ച് ചേർത്താൽ മതി, ഒത്തിരി സ്മെല്ല് വേണ്ട നമുക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ശംഖുപുഷ്പം ക്രീം. നമ്മൾ എത്ര നാൾ വേണമെങ്കിലും ഇത് പുറത്തിരുന്നോളൂ കേട്ടോ. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ഒരാവശ്യമില്ല. നല്ല ക്വാളിറ്റിയുള്ള ബേസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ശംഖുപുഷ്പത്തിൻ്റെ ക്രീം ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ഒരു ശംഖുപുഷ്പം ക്രീമിൻ്റെ ഒരു പ്രിപ്പറേഷനൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. 50 ഗ്രാമിൻ്റെ ഈ ഒരു ബോട്ടിലാണ് കേട്ടോ ഞാനിത് സെയിൽ ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലും ഒരു ലിഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി സ്റ്റിക്കർ ഒട്ടിച്ചാൽ മതി. നമുക്ക് ഉപയോഗിക്കുമ്പോൾ ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് നല്ലൊരു നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് സോഫ്റ്റ് ആവും കേട്ടോ. നല്ലൊരു റിസൾട്ട് ഉള്ളത്. നൈറ്റിൽ അപ്ലൈ ചെയ്തിട്ട് കിടക്കണമായിരിക്കും ഏറ്റവും നല്ലത്. ഇത് വാങ്ങിയ ആൾക്കാരൊക്കെ എന്നോട് വീണ്ടും വീണ്ടും വാങ്ങണ്ട കേട്ടോ. നല്ല റിസൾട്ടുള്ള നല്ലൊരു ക്രീമാണിത്. അത് ഉപയോഗിച്ചാലാണ് അത് നമുക്ക് മനസ്സിലാവുള്ളൂ. ശംഖുപുഷ്പത്തിന് ഇത്രയേറെ ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് ഇതൊക്കെ ഉപയോഗിക്കുമ്പോഴേ അറിയണം. നമ്മൾ പണ്ട് കാലം മുതൽ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിലും നമ്മൾ ഇതിനൊന്നും അത്ര നമ്മളൊരു വില കൽപ്പിച്ചിരുന്നതില്ല. ഈ ഫ്ലവറൊക്കെ ഇതൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് ഇതിനൊക്കെ ഇത്രയും വിലയുണ്ടെന്നൊക്കെ, ഒരു വിലയല്ല ഇത്രയും ഗുണങ്ങളുണ്ടെന്ന് നമ്മളറിയണം. വിലയും ഒത്തിരി വിലയുണ്ട്. അപ്പം നിങ്ങളുടെയൊക്കെ വീടുകളിലൊക്കെ ശംഖുപുഷ്പം ഉണ്ടെങ്കിൽ അതൊക്കെ കളയാതെ അതൊക്കെ സൂക്ഷിച്ച് ഉണക്കി വെച്ച് വിറ്റ നല്ല പൈസ ഉണ്ട് കേട്ടോ ഇതിനൊക്കെ. ഞാനൊക്കെ നല്ല വിലക്കാണ് ഇതൊക്കെ വാങ്ങണത്. സെയിൽ ചെയ്യാനുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. അപ്പോൾ ഇനി ശംഖുപുഷ്പം ക്രീം ഇതുപോലെ ഉണ്ടാക്കി നിങ്ങൾക്ക് സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസൊക്കെ ഞാൻ തരാം. അതിൻ്റെ ക്രീമും എന്തൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ തരാം കേട്ടോ. അതുപോലെ ശംഖുപുഷ്പം ഫ്ലവർ വേണമെങ്കിൽ അത് ഞാൻ തരാം കേട്ടോ. നമ്മുടെ കയ്യിലേക്ക് ഇട്ടാൽ നല്ലതായിട്ട് നല്ല സോഫ്റ്റ് ആവും നമ്മുടെ കൈയൊക്കെ. നല്ലൊരു ക്രീമാണ് കേട്ടോ. അപ്പോൾ ക്രീം ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. അതുപോലെ ഇത് ഹോൾസെയിലായിട്ടും കൊടുക്കണുണ്ട്, പിന്നെ റീറ്റെയിലായിട്ടും കൊടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഹോൾസെയിലായിട്ട് എടുത്തിട്ട് റീസെയിലിംഗ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അതുപോലെ ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഇതിനുള്ള മെറ്റീരിയൽസൊക്കെ ഉണ്ട്, പറഞ്ഞാൽ മതി. ഞാൻ DTDC വഴി അയച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസ് എല്ലാവരും, ഇത് കാണുന്നവരെല്ലാവരും നിങ്ങളുടെ കമൻറ്റ് എന്തായാലും ഈ വീഡിയോയുടെ അടിയിലൊന്ന് പറയണം കേട്ടോ. അപ്പോൾ പിന്നെ എൻ്റെ വീഡിയോക്കൊക്കെ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ തന്നിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്കൊക്കെ വളരെ കുറവാണ്. നമ്മുടെ ഇത്രയും ഉപകാരപ്രദമായ വീഡിയോസൊക്കെ എല്ലാവരിലേക്കും ഒന്ന് എത്തണമെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, കമൻ്റ് ഇടണം.
അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം, അതിനടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തണം. അപ്പോൾ എല്ലാവരും ഒന്ന് തന്നെ അതൊക്കെ ചെയ്തൊന്ന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.